വളരെ അസ്വസ്ഥ ജനിപ്പിക്കുന്ന ഒരു വാർത്ത കാണാനിടയായി. അപ്പോൾ അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. പേരൂർക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടിൽ, ഒരു പണം കാണുമല്ലോ, ആ വീട്ടിൽ ഒരു പാവപ്പെട്ട സ്ത്രീ 3 ദിവസം ജോലിക്ക് പോയി കേട്ടോ. വീട്ടു ജോലിക്കാണ്. അത് ഒരു പട്ടികജാതിക്കാരിയായ സഹോദരിയാണ്, ബിന്ദു. അവിടെ പോയി കഴിഞ്ഞപ്പം അവർ മെനഞ്ഞാന്ന് ജോലിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അതുപോലെ തിരിച്ച് അവർ വീട്ടിലേക്ക് പോകാൻ വൈകുന്നേരം ബസ് സ്റ്റോപ്പിൽ പോവുകയാണ്. അവർക്ക് 10ലും 12ലും പഠിക്കുന്ന 2 പെൺമക്കളുണ്ട് കേട്ടോ. അത് ഭർത്താവ് കൂലി വേലക്കാരനാണ്, അയാളും ഈ ദിവസം കൂലിക്ക് ജോലി ചെയ്യാൻ പോകുന്ന ആളാണ്. വളരെ പാവപ്പെട്ട ആളുകളാണ്, ഒന്നുമില്ല. അപ്പോൾ അവർ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുക. ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ പോലീസ് വന്നു. അവരെ വണ്ടി കയറ്റി നേരെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വൈകുന്നേരമാണ്. എന്നിട്ട് ഈ പാവം സ്ത്രീയെ അങ്ങോട്ട് ചോദ്യം ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ആ വീട്ടുടമ ഒരു പരാതി കൊടുത്തെന്ന്. അവരുടെ 2 പവൻ്റെ ഒരു മാല കാണാനില്ലെന്ന്. ഏറ്റവും എളുപ്പം പറയാവുന്നത് ജോലിക്കാരിയല്ലേ. ഏറ്റവും എളുപ്പം വിരൽ ചൂണ്ടാവുന്നത് ഈ പാവങ്ങളുടെ നേർക്കാണ്. പോരെങ്കിൽ ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഒരു പട്ടികജാതിയിൽപ്പെടുന്ന ഒരു സ്ത്രീയാണ് ആ സഹോദരി, ദളിത് സ്ത്രീയാണ്. അവര് കഷ്ടപ്പാടാണ്. ഒട്ടും അവർക്ക് സാമ്പത്തിക ശേഷി ഒന്നുമില്ല. ഈ കുട്ടികളെ പഠിപ്പിക്കണം, വീട്ടു ചെലവ് വേണം. അതിന് അവരും ഭർത്താവും ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ദിവസം കിട്ടുന്ന പണമാണ് അവരതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീട്ടുടമ ഒരു പരാതി അങ്ങ് കൊടുക്കുകയാണ്. ആ വീട് പരിശോധിക്കാതെ കൊടുത്തേക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഞാനിത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ 20 മണിക്കൂറാണ് ആ പോലീസ് സ്റ്റേഷൻ വീട്ടിൽ വിടാതിരുത്തിയത്. ഒരു സ്ത്രീയെ ആലോചിച്ച് നോക്കിക്കോളൂ. 20 മണിക്കൂർ അവരെ നിരന്തരമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ അവർ ഇച്ചിരി ദാഹിച്ചൊരു ശകലം വെള്ളം ചോദിച്ചു. ഏറ്റവും കൂടുതൽ അവരെ ഹരാസ് ചെയ്തതെന്ന് പറയുന്നത് ഒരു പ്രസന്നൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് അയാൾ ആരാണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ അവിടുത്തെ സബ് ഇൻസ്പെക്ടറെ കുറിച്ചും പരാതിയുണ്ട് ഇവർക്ക്. അപ്പോൾ അവർ കുടിക്കാൻ ശകലം വെള്ളം ചോദിച്ചപ്പോൾ എന്താണെന്നറിയാമോ? കക്കൂസിൽ നിന്ന് എടുത്ത് കുടിക്കാൻ പറഞ്ഞു അവരുടെ അടുത്ത്. ഇതൊരു മനുഷ്യ സ്ത്രീയോടാണ് പറയുന്നത്. ഇവനൊക്കെ മനസ്സിലാവണ്ടേ? ഇവനൊക്കെ മനുഷ്യനാണോ ഇത് പറഞ്ഞവൻ? ഈ പ്രസന്നൻ എന്ന് പറയുന്നവനാണ് പറഞ്ഞത്. അയാൾ ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അതിനകത്ത് വളരെ ധാർമ്മിക രോഷമുണ്ട്. എൻ്റെ ഒരു സഹോദരിയാണ്. ഈ പട്ടികജാതിയിൽ പെടുന്ന ആ സ്ത്രീ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹോദരിയാണ്. അവർക്കുണ്ടായ ഈ കഷ്ടപ്പാടുണ്ടല്ലോ, എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ആലോചിച്ചപ്പോൾ. എന്നിട്ട് അവരെ 20 മണിക്കൂർ അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ? അതൊക്കെ വീട്ടുടമ വിളിക്കുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് കേട്ടോ. മാല കിട്ടി, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിനെന്ത് മറുപടി പറയും? അപ്പൊ ഇവർക്കുണ്ടായ കഷ്ടപ്പാട് മാത്രമല്ല, ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഇവർ പറയുക, അതായത് ഇവർ മാല മോഷ്ടിച്ചോന്ന് ചോദിക്കും. ഇല്ലെന്ന് പറയുമ്പോൾ തെറിയ പറയുന്നത്. ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം. പക്ഷെ അവിടുത്തെ വനിതാ പോലീസുകാരെ കുറിച്ചൊന്നും ഈ സ്ത്രീ ബിന്ദുവിന് പരാതിയില്ല. അവരാരും മോശമായിട്ട് പെരുമാറിയതായിട്ട് ബിന്ദു പറയുന്നില്ല. പെരുമാറിയ ഒരാളുടെ ഈ പ്രസന്നൻ എന്ന് പറയുന്ന ആളാണ്. എഴുത്തുകാരനാണെന്നൊന്നും എനിക്കറിയില്ല. ഇതിന് ശേഷം ആ സബ് ഇൻസ്പെക്ടറെ കുറിച്ചും പരാതിയുണ്ട്. അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം വീട്ടുടമ പറയുന്നു മാല ഇവിടെ തന്നെ കിട്ടി കേട്ടോ, അതുകൊണ്ട് പരാതിയില്ലെന്ന്. എന്നിട്ട് എന്നാ അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം സഹോദരി, നിങ്ങളെ തെറ്റിദ്ധാരണയുടെ പുറത്ത് കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നതിന് പകരം എന്താണെന്നറിയാമോ? അവർക്ക് പരാതിയില്ലാത്തതുകൊണ്ട് നീ പൊക്കോ ഒരു മര്യാദയുള്ള വാക്ക് പറഞ്ഞേക്കാൻ ഇവനൊക്കെ പറ്റുമോ? ഒന്ന് ആലോചിച്ചിട്ട് പറ്റത്തില്ലല്ലോ. ഒരു മര്യാദയിലുള്ള സംസാരം അതില്ല. ഓക്കോ, അവര് കരഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ പോകുന്നത് കേട്ടോ. പോയി കഴിഞ്ഞതിന് ശേഷം അവർ ചെയ്തത് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ പോയി. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കാണാൻ അങ്ങനെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിന് കുറ്റം പറയാൻ ഒക്കത്തില്ല. കാരണം ഒരു മുഖ്യമന്ത്രിക്കും അങ്ങനെ എല്ലാവരെയും കാണാനൊന്നുമുള്ള സമയവും സൗകര്യവും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ടു, ശ്രീ പി ശശി. ഇവരൊരു അഭിഭാഷകനുമായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇവർക്ക് തന്നെ പോകാനുള്ള കഴിവൊന്നുമില്ല. അപ്പം നമുക്ക് തോന്നുന്നു അത് അങ്ങനെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒന്നും പെട്ടെന്ന് കയറി കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
അപ്പോൾ കണ്ടില്ലല്ലോ, ഈ അങ്ങനെ കാണാൻ പറ്റുന്നില്ലോ, അത് പറയുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഞാനും വിചാരിച്ചു. പക്ഷേ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ പിന്നെ പറഞ്ഞു അവർ വന്നിരുന്നെന്ന്. അപ്പൊ കണ്ടപ്പോൾ എന്താണെന്നറിയോ, ഇവർ ഈ പരാതി അങ്ങോട്ട് കൊടുത്തു. ഇയാൾ ആ കവറിനകത്തുനിന്ന പരാതി അങ്ങോട്ട് എടുത്ത് മേശപ്പുറത്തോട്ട് അങ്ങ് എറിഞ്ഞു. വായിച്ചില്ല. വലിയ ആളല്ലേ, വായിക്കേണ്ട കാര്യമില്ലല്ലോ, വായിക്കാതെ അയാൾക്ക് എല്ലാം അറിയാമല്ലോ. എന്നിട്ട് പരാതി എല്ലാം ഉണ്ടെങ്കിൽ പോയി കോടതി കൊണ്ട് കൊടുക്കാം. അത് ഇയാളുടെ ഓശാരം വേണോ കോടതി കൊണ്ട് കൊടുക്കാൻ, പരാതി കൊണ്ട് കൊടുക്കാൻ? ഇയാൾ ഒരു അഭിഭാഷകനാണെന്ന് പറയുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരാളാണോ ഇതുപോലെ ഒരു സ്ത്രീ എടുത്ത് പെരുമാറേണ്ടത്? അവര് കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയോ, എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് എൻ്റെ ജാതി, എൻ്റെ നിറവുമാണ് അതിന് കാരണം. ഇപ്പോഴും നമുക്കിതുണ്ട്, അത് മനസ്സിലാവണം. വെളുത്തവന്മാർക്ക് ഇവരെ ഇഷ്ടമല്ല, ആ ഒരു ധാരണയുണ്ടവർക്ക്. ശരിയുമല്ലേ, സത്യമല്ലേ, ഇത് ചോദിക്കാനും പറയാനും ഇല്ലാത്തത് കൊണ്ടല്ലേ ഇവരെ ഇങ്ങനെ ഇട്ട് പന്തടിച്ചത് മാത്രമോ? അപ്പോ ഇത് എന്നിട്ട് പരാതി വല്ലതും ഉണ്ടെങ്കിൽ കോടതി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഇവർ ഇങ്ങനെയാണോ പറയേണ്ടത്? ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല, ഇതൊന്നും അറിഞ്ഞു കാണാൻ ഒരു കാരണവശാലും സാധ്യതയില്ല. അറിഞ്ഞാൽ അദ്ദേഹം അത് ക്ഷമിക്കും എന്നും ഞാൻ കരുതുന്നില്ല. ക്ഷമിക്കാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെയുള്ള ആളുകളെയാണോ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ടത്? ഇതുപോലെയൊക്കെയുള്ള ആളിനെയാണോ ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അദ്ദേഹമാണ് ചിന്തിക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇത് ഇനി രാഷ്ട്രീയം, ഇത് പറയുമ്പോൾ രാഷ്ട്രീയക്കാരെ ഞാൻ ഒരു രാഷ്ട്രീയക്കാരെ ഒന്നും പറഞ്ഞില്ല. CPM ഞാനൊന്നും പറഞ്ഞില്ല. ബഹുമാനേനെ മുഖ്യമന്ത്രിയെ ഒന്നും പറയുന്നില്ല. പക്ഷെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്നുണ്ടായ നിരുത്തരവാദമായ പെരുമാറ്റവും അവരോട് കാണിച്ച നിന്നയും ആ സഹോദരി കരഞ്ഞു പറയുന്നത് കേട്ടതാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിനെതിരെ നടപടി വേണം. ഉടനെ അവർ പറഞ്ഞു. അപ്പോൾ ശ്രീ ശശി പറഞ്ഞു എന്താണെന്നറിയോ അതിന് മറുപടി? അവർ വന്നിരുന്നു, പരാതി വന്നു. അപ്പോൾ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഞാൻ അപ്പോഴേ ഉത്തരവിട്ടു. വലിയ ആളല്ലേ, ഉത്തരവിട്ടു കൊടുത്ത ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ആദ്യം. ഇത് വാർത്തയായി കഴിഞ്ഞപ്പോഴാണ് ഇത് പ്രശ്നമായത്. ഉടനെ അത് കഴിഞ്ഞ് പറഞ്ഞെന്താ, അവര് കോടതി പോകാൻ പറഞ്ഞത് അത് അവർക്ക് വീട്ടുടമയ്ക്കെതിരെ പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് പരാതി ഉണ്ടെങ്കിൽ കോടതി പോകാൻ പറഞ്ഞത്. അതും കോടതിയിലാണോ പോകേണ്ടത്? ഒരു സഹോദരിയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച വീട്ടുടമയ്ക്കെതിരെ നടപടിയെടുക്കുന്നതിന് വകുപ്പുണ്ടെന്ന് ഇയാൾക്കറിയില്ലേ? പിന്നെന്തോ വക്കീലെന്ന് പറഞ്ഞ് നടക്കുന്നത്, എളിഞ്ഞു നടക്കുന്നത്? അപ്പൊ അതുപോലും അറിയാൻ വയ്യാതാണോ അവിടെ ഇരിക്കുന്നത് ഈ സ്ഥാനത്ത്? ഇവരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു, ആ സ്ത്രീക്കുള്ള ഹരാസ്മെന്റ് മുഴുവൻ ഉണ്ടാക്കി. ഇനിയിപ്പോ എന്താ, സിറ്റി പോലീസ് കമ്മീഷണർ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വലിയ കാര്യമാണ്. എന്തോന്നറിയാം, പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ തൊട്ടടുത്ത മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും അവർക്ക്, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇതല്ലാതെ വേറൊന്നുമില്ല. ഈ സ്ത്രീക്കുണ്ടായ ഈ ഹരാസ്മെന്റ്, ഇതിനെതിരെ നടപടി വേണം. ശരിയായ നടപടി ഈ പോലീസുകാർക്കെതിരെ എടുക്കണം. കാരണം ഇതുപോലെ ഇവരുടെ മുൻകാല ചരിത്രം, ഈ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചോ, അവർക്കെതിരെ ഇന്ന് വരെ ഒരു കേസും ഉണ്ടായിട്ടില്ല. അവർ ഇതുപോലെ പല സ്ഥലങ്ങളിലും ജോലിക്ക് പോയിട്ടുണ്ട്. ഒരു സ്ഥലത്തും അവർക്കെതിരെ ഒരു ആരോപണവും അലിഗേഷനും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ പോലീസുകാർ ഇതൊന്നും അന്വേഷിക്കാൻ അവർക്ക് ബാധ്യതയില്ലേ? മാത്രം ഇവർ ഈ പരാതി എന്ന വീട്ടുടമ പറയുന്നതും കേട്ടോണ്ട് പിടിച്ചോണ്ട് വന്നപ്പോ എന്നിട്ട് ശശി ഇവരുടെ അടുത്ത് പറഞ്ഞെന്താണെന്നറിയോ, അങ്ങനെ പരാതി വീട്ടുടമ പരാതി എന്ന് പിടിച്ചോണ്ട് പോകും പോലീസ് സ്റ്റേഷനിൽ. അത് പുതിയ കാര്യമൊന്നും അല്ലെന്ന്. അതാണ്, ഇതൊക്കെയാണ് പറയുന്നത്. ആ മര്യാദകേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത് സമൂഹം ശ്രദ്ധിക്കാൻ ഞാൻ ഈ പറഞ്ഞതാണ്. നമ്മൾ മാത്രമല്ല, ഈ ജോലിക്കാരെയൊക്കെ നിർത്തുന്ന ആളുകളൊന്നും ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങൾ നേരെ അവരുടെ മുമ്പിൽ വിരലുകൊണ്ടതിന് പകരം നിങ്ങളുടെ വീട് വൃത്തിയായിട്ടൊന്ന് പരിശോധിക്കണം. പലപ്പോഴും നമ്മൾ പല സാധനങ്ങളും മറന്ന് പല സ്ഥലങ്ങളിലും വെക്കും. എന്നിട്ട് വേറെ ആരെങ്കിലും വെറുതെ സംശയിക്കും. അത് ചെയ്യരുത്. അത് മനുഷ്യത്വമല്ല. കാരണം ഇവർക്ക് ആരുമില്ല പറയാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ശ്രദ്ധ വേണം, ശ്രദ്ധ ഇതിൽ വേണം. ശരിയായ നടപടി ബഹുമാന്യനായ മുഖ്യമന്ത്രി നേരിട്ട് ഇതിനകത്ത് ഇടപെട്ട് വളരെ നല്ല ശരിയായ രീതിയിലുള്ള നടപടി ഇതിന് സ്വീകരിക്കണം എന്നൊരു അപേക്ഷയുണ്ട്.